This is Ramya from TEMLA College. ഇന്ന് നമുക്ക് OETയുടെ റൈറ്റിംഗിലെ സപ്പോർട്ടിംഗ് കണക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് കണക്റ്റീവ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്, സപ്പോർട്ടിംഗ് കണക്റ്റീവ്സും ഒപ്പോസിംഗ് കണക്റ്റീവ്സും. അതിൽ സപ്പോർട്ടിംഗ് കണക്റ്റീവ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഏതൊക്കെയാണ് സപ്പോർട്ടിംഗ് കണക്റ്റീവ്സ്? OETയിൽ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് കണക്റ്റീവ്സ് therefore, subsequently, for whichും asഉം ആണ്. ഈ 4 സപ്പോർട്ടിംഗ് കണക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ കേസ് നോട്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഒരു പേഷ്യൻ്റ് വന്നു, ആ പേഷ്യൻറ്റിൻ്റെ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും കണ്ടു, ഡിക്രീസ്ഡ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സുമാണ് നമ്മൾ കണ്ടത്. അന്നേരം നമ്മൾ എന്ത് ചെയ്തു? നമ്മളല്ല, ഡോക്ടർ എന്ത് ചെയ്തു? ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു. എന്തൊക്കെ മെഡിസിനാണ്? ആൻറ്റാസിഡും പാരസെറ്റാമോളുമാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫർമേഷന് സപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത ഇൻഫർമേഷൻ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് therefore വെച്ച് എങ്ങനെ എഴുതുന്നു ആദ്യം നോക്കാം. ഓൺ എക്സാമിനേഷൻ an abdominal distension and decreased peristaltic movements were noted, semicolon, therefore, antacid and paracetamol were prescribed for him. ഓക്കെ, അപ്പോൾ അവിടെ therefore വെച്ചിട്ട് നമ്മളത് എഴുതിയല്ലേ. ഇനി നമുക്ക് സബ്സിക്വൻ്റ്ലി വെച്ചിട്ട് എഴുതി നോക്കാം. therefore വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആ സെന്റൻസിന്റെ അകത്ത് തന്നെയാണ് പറഞ്ഞത്, സെമിക്കോളനും therefore കോമ ഇട്ടിട്ടാണ് പറഞ്ഞത്. പക്ഷെ സബ്സിക്വൻ്റ്ലി പറയുമ്പോൾ അങ്ങനെയല്ല. സബ്സിക്വൻ്റ്ലി ആവുമ്പോൾ വ്യത്യാസമുണ്ട്. കാരണം സബ്സിക്വൻ്റ്ലി എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ കണക്റ്റീവ് നമ്മൾ ഇൻ ബിറ്റ്വീൻ സെന്റൻസ് അല്ല യൂസ് ചെയ്യുന്നത്, പുതിയൊരു സെന്റൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെന്റൻസ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഓൺ എക്സാമിനേഷൻ an abdominal distension and decreased peristaltic movements were noted. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. സബ്സിക്വൻ്റ്ലി antacid and paracetamol were prescribed for him. ഓക്കെ, അപ്പോൾ സബ്സിക്വൻ്റ്ലി വെച്ചിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. ഇനി ഫോർ വിച്ച് വെച്ച് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫോർ വിച്ച് നമ്മൾ ഒരിക്കലും ഫോർ വിച്ച് വെച്ച് നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യത്തില്ല കേട്ടോ. അത് സെന്റൻസിന്റെ മിഡിൽ തന്നെയാണ് എഴുതേണ്ടത്. അത് എങ്ങനെ എഴുതുന്നു നോക്കാം. ഓൺ എക്സാമിനേഷൻ an abdominal discomfort and decreased peristaltic movements were noted, for which antacid and paracetamol 500 mg were prescribed. ഓക്കെ, ഇനി ആസ് വെച്ച് എഴുതി കഴിയുമ്പോൾ നമ്മൾക്കിടെ സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ മൊത്തത്തിലൊന്ന് മാറ്റേണ്ട വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് രണ്ടാമത് പറഞ്ഞ സെന്റൻസ് ആദ്യം പറയേണ്ട വരും. എങ്ങനെയാണെന്ന് നോക്കാം. ഷി വാസ് കമൻസ്ഡ് വിത്ത് ആൻറ്റാസിഡ് ആൻഡ് പാരസെറ്റാമോൾ 3 times daily, as her examination showed abdominal distension and decreased peristaltic movements. ഓക്കെ, അപ്പോൾ ആസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ ആസ് വെച്ച് നമ്മൾ ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് കണക്റ്റീവ്സ് എഴുതേണ്ടത്. 4 കണക്റ്റീവ്സ്. താങ്ക് യു.